നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയെ കാത്തിരിക്കുന്നത് വമ്പൻ അപകടങ്ങളോ? 6 മാസത്തിനുള്ളിൽ നായകൻ പ്രതിനായകനായും പ്രതിനായകൻ നായകനായും മാറുമോ? അതായത് മുഖ്യമന്ത്രി പ്രതിനായകനായും പ്രതിപക്ഷ നേതാവ് നായകനായും മാറുമോ? പരിശോധിക്കട്ടെ. 6 പതിറ്റാണ്ടോളം തമിഴ്നാട് രാഷ്ട്രീയം അടക്കിവാണ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. നടൻ വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്ടിക്കഴകം, അതായത് TVK, ഒറ്റയ്ക്ക് 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. ഒരിക്കലും വിജയുടെ പാർട്ടി, അതായത് വെറും 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടി ഇങ്ങനെ തമിഴ്നാട് പിടിക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. സിനിമയിലെ രക്ഷകൻ, അഴകിയ തമിഴ് മകൻ, ദളപതി, അങ്ങനെ വിജയ് തമിഴ്നാടിന്റെ മുതലമേച്ചറായി മാറിയിരിക്കുകയാണ്. പക്ഷേ TVKയുടെ ചരട് ഇപ്പോഴും സ്റ്റാലിന്റെ കയ്യിലാണ്. അത് വിജയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിലവിൽ DMK സഖ്യത്തിലുണ്ടായിരുന്ന VCK, കോൺഗ്രസ്, CPI, CPM, മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ വിജയുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിക്കുമ്പോഴും പതുങ്ങിയിരിക്കുന്ന അപകടം വിജയ് കാണുന്നില്ല. ഇവിടെയാണ് സ്റ്റാലിൻ എന്ന കിങ് മേക്കറെ, പൊളിറ്റിക്കൽ കിങ് മേക്കറെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നടൻ വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്ടിക്കഴകം TVKക്ക് ഒറ്റയ്ക്ക് 108 സീറ്റുകൾ നേടി അവിടെ വലിയൊരു ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്, അല്ലെ? വിജയുടെ സർക്കാർ വരരുതെന്ന് പക്ഷേ DMK ഒരു ഘട്ടത്തിൽ പോലും ആലോചിക്കുന്നില്ല. അതായത് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയാണ് അവിടെ സ്റ്റാലിൻ ശ്രമിച്ചത്. ഇത്തരം അരാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ജനം അറിയണമെന്ന് സ്റ്റാലിന് നിർബന്ധമുണ്ടായിരുന്നു. 6 മാസം കൊണ്ട് തമിഴ്നാട് ജനതയെ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാലിൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിജയെ തകർക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല എന്ന് സ്റ്റാലിൻ അറിയാം. അതാണ് സ്റ്റാലിൻ പറഞ്ഞത്, 6 മാസം ഞങ്ങൾ വിജയുടെ ഭരണത്തിൽ ഇടപെടില്ല എന്ന്. TVKയുടെ ഭരണത്തിൽ ഞങ്ങൾ 6 മാസത്തേക്ക് ഇടപെടില്ല, വിജയ് നന്നായിട്ട് ഭരിക്കട്ടെ എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. അതിൽ പോലും ഒരു ചതിക്കുഴി കിടക്കുന്നുണ്ട്. ആ 6 മാസം കൊണ്ട് വിജയ്ക്ക് സിനിമ പോലെ എളുപ്പമല്ല രാഷ്ട്രീയമെന്നും ആ കസേരയിൽ ഇരുന്ന് ഡയലോഗ് അടി കൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റില്ല എന്നും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലാകും. DMKയുടെ സഖ്യകക്ഷികളിൽ കോൺഗ്രസ് മാത്രമാണ് DMK ലേബലിൽ ജയിച്ച് കാലുവാരി മറുകണ്ഠം ചാടിയത്. അല്ലെങ്കിൽ എല്ലാ കാലത്തും എക്കാലത്തും കോൺഗ്രസ് അങ്ങനെ തന്നെയാണല്ലോ. എവിടെ അധികാരമുണ്ടോ അങ്ങോട്ടേക്ക് പോകും. നാളെ BJPയിലേക്ക് പോയാലും അതിശയിക്കാനൊന്നുമില്ല. എന്നാൽ ബാക്കി എല്ലാവരും മറിച്ചായിരുന്നു. സ്റ്റാലിന്റെ അനുവാദത്തോടെ തന്നെയാണ് വിജയ്ക്കൊപ്പം പോയിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും പോകുന്നു എന്ന് പറഞ്ഞാണ് പോയിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഇതിന്റെ രണ്ടാമത്തെ അപകടം കിടക്കുന്നത്. അതായത് DMK വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ആ പിന്തുണകൾ വിട്ട് DMKക്കൊപ്പം അവർ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെത്തിയേക്കാം. ഒപ്പം ഭരണം നഷ്ടമാകുമെന്ന് കണ്ടാൽ കോൺഗ്രസും DMKക്കൊപ്പം തന്നെ എത്തും. കാരണം ഇപ്പോൾ TVKയുടെ കയ്യിൽ ഈ ഭരണം ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അങ്ങോട്ടേക്ക് അവിടെ പോയി നിൽക്കുന്നത്. ഇപ്പം ഇല്ല എന്ന് കണ്ടാൽ പോയതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ എത്തിയേക്കാം. അതെങ്ങനെ വേണമെന്നൊക്കെ നന്നായി അറിയാവുന്ന ആളാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ അതൊക്കെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ. ഇനി ഉപമുഖ്യമന്ത്രിയായിരുന്ന ഈ ഉദയനിധി സ്റ്റാലിൻ ചിന്ന പസങ്കയാണോ? അല്ല. സ്റ്റാലിൻ എന്ന് പറയുന്ന അന്തമാതിരി ഒരാളുടെ ഒരു പയ്യൻ. അപ്പടി சொன்னா ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ അന്തമാതിരി മൂളയിருக்கு. അപ്പോ വിജയ് നടത്തിയ പ്രഖ്യാപനങ്ങൾ തന്നെയാകും സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിൽ ഉദയനിധി സ്റ്റാലിനെ വളർത്താൻ പോകുന്നതും. സ്റ്റാലിന് ശേഷം ഇനി ഉദയനിധി സ്റ്റാലിന്റെ ഗലാട്ടയാണ് നമ്മൾ കാണാൻ പോകുന്നത്. TVKയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ വളരെ കുറവാണ്. എല്ലാവരും ഫാൻസ് അസോസിയേഷനുകളാണ്. വിജയ് കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കും, വിസിലടിക്കാൻ പറഞ്ഞാൽ വിസിലടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്യും. വിജയ് എന്തൊക്കെ കാണിച്ചാലും കൈയടിക്കുന്ന ഒരു വലിയ കൂട്ടമാണ് ഇപ്പോൾ സത്യത്തിൽ TVKയുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ അത് വിജയ്ക്ക് വലിയൊരു ദോഷം ചെയ്യും. ഇതൊക്കെ അറിയാവുന്ന DMK സഭയിൽ TVKയെ ഒരു പരുവത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പല ബില്ലുകളിലും ചർച്ചകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയുടെ ഇടപെടലും നിലപാടും കേന്ദ്ര സർക്കാരിന് അനുകൂലമായാൽ കളി മുഴുവനും മാറും. ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രു DMKയും പ്രത്യയശാസ്ത്ര ശത്രു എന്ന് പറയുന്നത് BJPയുമാണെന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BJPയോട് ഏത് രീതിയിലുള്ള സമീപനം വിജയ് സ്വീകരിക്കുമെന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രചാരണ സമയത്തൊന്നും ഒരിക്കലും നമ്മൾ BJPയെ ഒരു രീതിയിൽ വിമർശിച്ച് വിജയെ കണ്ടിട്ടില്ല. വിജയ് DMK തന്നെയാണ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ അങ്ങനെ, അതായത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ചില രീതിയിലുള്ള നിലപാടുകളൊക്കെ വിജയ് സ്വീകരിച്ചാൽ പിന്തുണകൾ നേരെ ഉൾട്ടയാകും. അങ്ങനെ വന്നാൽ CPM, CPI പോലുള്ള പാർട്ടികൾ പിന്തുണ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. അവർ പഴയതുപോലെ തന്നെ DMKയിലേക്ക് തിരിച്ചു പോകും.
എന്തെന്ന് വെച്ചാൽ അറിയാമല്ലോ, CPM ആണ് ഏറ്റവും കൂടുതൽ ഈ സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും ഒക്കെ എതിർശബ്ദം ഉയർത്തുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമാണ്. കോൺഗ്രസ് ചിലപ്പോൾ മാത്രമാണ് ചിലപ്പോൾ അത്തരമൊരു സമീപനം സ്വീകരിച്ചാൽ തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. വിജയ് സർക്കാർ എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ ആടിയുലയും. 6 മാസത്തിന് ശേഷം ഒരുപക്ഷെ വിജയ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടേക്കാം. എന്തുകൊണ്ടെന്നാൽ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത്, ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ബില്ലൊന്നും പാസ്സാകുന്നില്ല, അതാണ് ഇതാണ്, എല്ലാത്തിനെയും വിമർശിക്കുകയാണ്, എതിർക്കുകയാണ് DMK, അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഭൂരിപക്ഷം വേണം, കൂടുതൽ ആളുകൾ ജയിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്പറുകൾ ഇറക്കി വിജയിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരിക്കൽ കൂടി തമിഴ്നാട്ടിലെ ജനങ്ങളെ ഒന്ന് തിരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ വിജയിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്തായാലും TVK DMKയെ രാഷ്ട്രീയപരമായി പൂട്ടിയെന്ന സത്യം 6 മാസത്തിന് ശേഷമാകും വിജയ് തിരിച്ചറിയുക. 2013 ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരം പിടിച്ചതും ഇതുപോലെ തന്നെയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ തന്നെയാണ്. കോൺഗ്രസ് പിന്തുണയോടെ അധികാരത്തിൽ കയറിയ കേജ്രിവാൾ സർക്കാർ 49 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കുകയും ജനങ്ങളോട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകാൻ അഭ്യർത്ഥിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുമൊക്കെ ചരിത്രമാണ്. അതൊക്കെ നമ്മളവിടെ കണ്ടതാണ്. പക്ഷേ കേജ്രിവാൾ എവിടെ കിടക്കുന്നു, വിജയ് ഇവിടെ കിടക്കുന്നു. അതിന്റെ ഒരു തനിയാവർത്തനം തന്നെയാകും 6 മാസത്തിന് ശേഷം ഒരുപക്ഷെ തമിഴ്നാട്ടിലും നടക്കാൻ പോവുക. DMK സർക്കാരിനെതിരെ കാര്യമായ ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സ്റ്റാലിൻ തോറ്റു, അല്ലെ? വിജയ് എന്ന് പറയുന്ന നടനോടുള്ള ആരാധന, വിജയ്ക്ക് ഒരു അവസരം നൽകാം എന്ന ഒരു പൊതുവികാരം, ഇതുകൊണ്ട് മാത്രമാണ് TVK എന്ന് പറയുന്ന ആ പാർട്ടി അവിടെ ജയിച്ചത്. സിനിമയിൽ മുഖ്യമന്ത്രിയായി അഭിനയിക്കുന്നത് പോലെ മാസ് ഡയലോഗ് അടിച്ച് BGM ഇട്ട് കയ്യടി നേടാൻ കഴിയില്ല ഈ കസേരയിൽ ഇരുന്നെന്ന് റിയൽ മുഖ്യമന്ത്രിയായി വിജയ് ഇപ്പോൾ മാറുമ്പോൾ അദ്ദേഹത്തിന് ഏറെക്കുറെ വരും ദിവസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. സിനിമയിൽ ഉദയനിധി സ്റ്റാലിൻ വിജയ്ക്കും താഴെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഉദയനിധി സ്റ്റാലിൻ വിജയെ പ്രതിനായകനാക്കി മാറ്റാനാണ് സാധ്യത. അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഒരു നായകനായി മാറും, വലിയ കയ്യടി നേടും. എനിക്ക് തോന്നുന്നു ഈ വിജയ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ തന്നെ ഈ ഉദയനിധി സ്റ്റാലിന്റെ ഗ്രാഫ് ഉയരാനുള്ള സാധ്യതയുണ്ട്. DMK ഖജനാവ് കാലിയാക്കിയെന്നും ധവളപത്രം ഇറക്കുമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വിജയ് പറഞ്ഞത്, അല്ലെ? ഇതൊരു ജാമ്യം എടുക്കലാണെന്ന് ഞാൻ പറയും. പക്ഷെ അതിനെ DMK എത്ര മനോഹരമായാണ് പൊളിച്ചടക്കി വിജയുടെ വായടപ്പിച്ചത്. തുടക്കത്തിൽ തന്നെ സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് സംസാരിച്ച് തുടങ്ങരുതെന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. കേന്ദ്ര അവഗണനയെ മറികടക്കാനും കോവിഡ്, പ്രളയം തുടങ്ങിയ പ്രതിസന്ധികളെ അതിജീവിക്കാനും ഒക്കെയാണ് കഴിഞ്ഞ സർക്കാർ എണ്ണമറ്റ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും ഒക്കെ എന്തായാലും സ്റ്റാലിൻ ഇന്നലെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. 10 ലക്ഷം കോടി രൂപയുടെ കടം ബാക്കി വെച്ച് മുൻ സർക്കാർ ഖജനാവ് കാലിയാക്കിയെന്നാണ് വിജയ് താങ്കൾ പറയുന്നതെന്നും അനുവദനീയമായ പരിധിക്കുള്ളിലാണ് സംസ്ഥാനത്തിന്റെ കടമെന്നും വോട്ട് ചെയ്ത ജനങ്ങളെ വീണ്ടും പറ്റിച്ച് വഴിതിരിച്ച് വിടരുതെന്നും ഒക്കെ സ്റ്റാലിൻ പറയുന്നത് നമ്മൾ കേട്ടുള്ളേ. മണിക്കൂർ കഴിഞ്ഞു സ്റ്റാലിന്റെ പ്രതികരണം വന്നിട്ട്. പക്ഷേ വിജയുടെ ഭാഗത്തുനിന്നോ TVKയുടെ ഭാഗത്തുനിന്നോ ഒരു മറുപടിയുമില്ല. ഇത് തന്നെയാണ് ഇനി അങ്ങോട്ട് സംഭവിക്കുക. എന്തും നേരിടാൻ തയ്യാറാണ്. 8 കോടി ജനങ്ങളും എന്റേതാണ്, തെറ്റ് ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല, അങ്ങനെ എന്റെ പാർട്ടിയിൽ ആരെങ്കിലും ചെയ്താൽ ഞാൻ അവരെ വിടില്ല, ഖജനാവ് കാലിയാണ്, ജനങ്ങളുടെ ഒരു ചില്ലിക്കാശും ഞാൻ തൊടില്ല, ഒപ്പം നിന്നവർക്ക് നന്ദി, തമിഴ്നാട്ടിൽ പുതിയ യുഗത്തിന് തുടക്കമാകുന്നു, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, സഖ്യകക്ഷികൾക്ക് നന്ദി എന്നൊക്കെ വിജയ് സംസാരിക്കുമ്പോഴും സിനിമ സ്റ്റൈലിൽ ഇതൊക്കെ പറയുന്നതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് സിനിമയല്ലല്ലോ. TVKയിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്നവരിൽ അപകടകാരി കീർത്തന മാത്രമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, TVKയിലെ 13 വനിതാ MLA-മാരിൽ വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം കിട്ടിയ ഒരു ആൾ കൂടിയാണ് കീർത്തന. നമ്മളെല്ലാവരും കണ്ടാണ്. കീർത്തനയ്ക്ക് വലിയൊരു സപ്പോർട്ടും വലിയ രീതിയിൽ തന്നെ എന്താ പറയാ ഒരു പബ്ലിസിറ്റിയും ഒക്കെ അതുകൊണ്ട് തന്നെ കിട്ടി. സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദധാരിയായ കീർത്തന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർക്കൊപ്പം തന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും ആന്ധ്രയിലും ഒക്കെ പ്രവർത്തിച്ച ശേഷമാണ് TVKയിലേക്ക് ചേർന്നത്. അതുകൊണ്ട് തന്നെ കീർത്തനയുടെ നീക്കങ്ങൾ, കീർത്തനയുടെ ഇടപെടലുകൾ വളരെ കൗതുകത്തോടെയും വളരെ ഒരു രസകരമായിട്ട് ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നതെന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ടാകും. ഇനി വിജയ്ക്ക് വലിയ പണിയാകാൻ പോകുന്ന മറ്റൊരാൾ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ മരുമകനായിട്ടുള്ള ആദവ് അർജുനയാണ്. അത് വലിയ ഒരു പണി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ AI സെങ്കോട്ടയ്യൻ, പുള്ളിയെ അറിയാലോ, AI DMKയിൽ നിന്നൊക്കെ ചാടി വന്ന ആളാണ്. അങ്ങനെ മറുകണ്ഠം ചാടി വന്നവരൊക്കെ ഇതിൽ തന്നെ നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയ തലവേദനയായിട്ട് പിന്നീട് മാറും. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം വിജയനെ തിരിഞ്ഞുകൊത്താൻ പോകുന്നത് 11 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ്. 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, പ്രതിവർഷം എല്ലാ കുടുംബങ്ങൾക്കും 6 സൗജന്യ LPG സിലിണ്ടർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അറിയാലോ, ഇപ്പോൾ വലിയ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ വാഗ്ദാനം കൊടുത്തേക്കണോണ്ട് അത് നിറവേറ്റിയേ മതിയാവും. സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന്
ഗ്രാം സ്വർണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശ രഹിത വായ്പ, അതുപോലെ തന്നെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, കാർഷിക വായ്പകളൊക്കെ എഴുതിത്തള്ളും, മദ്യരഹിത തമിഴ്നാട് എന്ന് പറയുന്ന ഉദ്യമം ആരംഭിക്കും, സുതാര്യവും അഴിമതിരഹിതവുമായിട്ടുള്ള ഭരണം നടത്തും, AI അധിഷ്ഠിത ഭരണ നിർവഹണം നടത്തും, AIക്ക് പ്രത്യേക വകുപ്പ് ഉണ്ടാക്കും. ഇപ്പോഴാ ഇന്നലെ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ് എന്നുള്ള പ്രഖ്യാപനം കൂടിയൊക്കെ വന്നിരിക്കുന്നു. ഇതൊക്കെ നടപ്പിലാക്കുക അത്ര എളുപ്പമല്ലെന്ന് വിജയ് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് നന്നായി സ്റ്റാലിനും അറിയാം. വിജയ് മാക്സിമം പ്രഖ്യാപനങ്ങൾ നടത്തി സ്വയം കുഴിവെട്ടട്ടെ എന്ന് തന്നെയാണ് സ്റ്റാലിനും കരുതുന്നത്. അങ്ങനെ കുഴിവെട്ടാനുള്ള സമയം സ്റ്റാലിൻ കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ വിജയനെ കൊണ്ട് തന്നെ വിജയ് കൊണ്ടുവന്ന പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് സ്റ്റാലിൻ എന്നുള്ളതാണ്. സ്റ്റാലിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കിങ് മേക്കർ വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലാകും വിജയെ ഇഞ്ഞെണ്ണ വരപ്പിക്കുക എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഈ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയില്ലെങ്കിൽ വിജയ് പെടുമെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പെടൽ പെടും. നമ്മൾ ഇതിനു മുമ്പൊക്കെ കരൂർ ദുരന്തത്തിന്റെ സമയത്തും അതിനുശേഷം നമ്മുടെ ഈ പ്രചരണം നടക്കുന്ന സമയത്ത് ഒരു പൂവൊക്കെ വിജയുടെ അടുത്തേക്ക് എറിയുമ്പോൾ വിജയ് ഓടിപ്പോകുന്ന കണ്ടില്ലേ? കാരണം ആ വിജയ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ കഴിവില്ല എന്ന് അദ്ദേഹം തന്നെ പല പ്രവർത്തികളിലൂടെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഒരു ദുരന്തം വന്നാലോ ഒരു പ്രശ്നം വന്നാലോ അതിനെ എങ്ങനെ അതിജീവിക്കണം, അത്തരം വിഷയങ്ങൾ എങ്ങനെ നിൽക്കണം എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു തിരിഞ്ഞോടുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാതിരുന്നാൽ DMK എന്ന് പറയുന്ന ആ പാർട്ടി തിരിഞ്ഞ് പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നാൽ TVK എങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ കാഴ്ചവെക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ, പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപകടങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഇതിൽ രാഷ്ട്രീയമില്ല.